Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin wal 'aqibatu lil muttaqin wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi al-faizina bi ridwallahi ma ba'd. Allah subhanahu wa ta'ala ഈ പവിത്രമായ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ സുവലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും വ്യത്യസ്ത രോഗങ്ങളെ കൊണ്ട് കഴിയുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കെല്ലാവർക്കും പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പവിത്രമായ റബീഉൽ അവൽ മാസം നമ്മളോട് വിട ചോദിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ പവിത്രമായ റബീഉൽ അവൽ മാസം വിട ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ആയതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കാനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കാനുമുള്ള ഏറ്റവും വലിയൊരു മാനദണ്ഡം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുസര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അവിടത്തോടുള്ള മഹബ്ബത്ത് നമുക്ക് കൂടുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, ഖുൽ നബിയെ തങ്ങൾ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, അവരോട് നിങ്ങളെ പിൻപറ്റാൻ വേണ്ടി പറയണം. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ ഇഷ്ടം വെച്ച കാരണത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെയും ഇഷ്ടം വെക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ച ഓരോ നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അപ്പടി പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ മുത്തുനബിയെ പിൻപറ്റിയതുപോലെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എന്തോ ഒരു ധൈര്യമുള്ള വാക്കാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തന്നത്. എന്റെ മാതിരിയാക്കി, മുത്തുനബി പറയാണ്, എന്റെ മാതിരിയാക്കി. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? അതിനകത്ത് നിങ്ങൾ രക്ഷപ്പെടും. അതാണ് ഇത്തിബാ എന്ന് പറയുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ച ഓരോ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ അഹബ്ബ സുന്നത്തി, ആരെങ്കിലും എന്റെ സുന്നത്തിനെ പ്രിയം വെച്ച് കഴിഞ്ഞാൽ ഫഖദ് അഹബ്ബനി, അത് എന്നെ ഇഷ്ടം വെച്ചതുപോലെയാണ്. വമൻ അഹബ്ബനി, ആരെങ്കിലും എന്നെ ഇഷ്ടം വെച്ചാലോ കാന മഅീ ഫിൽ ജന്ന, അവൻ എന്നോട് കൂടെ നാളെ സ്വർഗ്ഗത്തിലായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ച ആ തീർച്ചയായും ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയം വെച്ചതുപോലെയാണ്. എന്നെ പ്രിയം വെച്ചാലോ അവർ നാളെ എന്നോട് കൂടെ നാളെ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, തിരുസന്യ ഒന്നും നഷ്ടപ്പെട്ടു പോവാതെ ഒരു മനുഷ്യൻ ഒരു ദിവസം എണീറ്റ് കഴിഞ്ഞാൽ അന്ന് കിടന്നുറങ്ങുന്നതുവരേക്കും എന്തെല്ലാം തിരുസന്യകളാണോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്, ആ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പരമാവധി നമ്മൾ ഓരോരുത്തരും ചെയ്യണം. എന്തിന് മാത്രം? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്യ പകർത്തുന്ന ആളുകളെ ഒരു മനുഷ്യന് പോലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തിരുസന്യ എന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഏത് വലിയ ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. എന്തേ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? ലബീദ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു സ്വഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുസന്യ പോലും അദ്ദേഹം ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. എല്ലാം വളരെ കൃത്യമായി കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെയും അദ്ദേഹം എല്ലാം ചെയ്തുകൊണ്ട് നടന്ന ഒരു സ്വഹാബിയായിരുന്നു ലബീദ് ഇബ്നു ആമിർ എന്ന്
ഒരു ദിവസം യൂറോപ്പിന്റെ ഭരണാധികാരി അദ്ദേഹത്തെ തന്നെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ചരിത്രം നല്ലവണ്ണം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണേ. യൂറോപ്പിന്റെ ഭരണാധികാരി ഒരു ദിവസം മഹാനായ എന്ന് പറയുന്ന സഹാബിയെ എന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം മാത്രമല്ല, ആ ചുറ്റുഭാഗത്തുള്ള എല്ലാ നല്ല നല്ല നേതാക്കന്മാരും ആ സദസ്സിലുണ്ട്. അങ്ങനെ ആ യൂറോപ്പിലെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല, അവിടെ ഒരുക്കിയ സൽക്കാരങ്ങളിൽ ഇരിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ഇരുന്നു. സൽക്കാരം അദ്ദേഹം നല്ലതുപോലെ, രാജാവ് നല്ലതുപോലെ വിപുല സമൃദ്ധമായ നല്ല ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ ആളുകളും തന്റെ തീന്മേശയ്ക്ക് ചുറ്റും വന്നിരിക്കാൻ തുടങ്ങി. പാവപ്പെട്ട എന്ന് പറയുന്ന സ്വഹാബിയും ആ തീന്മേശയ്ക്ക് തൊട്ടടുത്ത് വന്നിരുന്നു. അദ്ദേഹം എല്ലാ ആളുകളും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ കൊണ്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല, അല്പം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അല്പം ഭക്ഷണം നിലത്ത് വീണു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് അത് എടുത്ത് അത് നല്ലവണ്ണം വൃത്തിയാക്കിക്കൊണ്ട് അത് പ്ലേറ്റിലിട്ട് അദ്ദേഹം ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ മേശയുടെ മറുപുറത്ത് നിൽക്കുന്ന കുറച്ച് നേതാക്കന്മാർക്ക് അത് കണ്ട് സഹിച്ചില്ല. അവിടെ മുഖം വല്ലാത്തൊരു മോശത്തോടുകൂടി അത് മുഖങ്ങളെല്ലാം ഒന്ന് ചൊരിയാൻ തുടങ്ങി. മാത്രമല്ല, അത് കണ്ടപ്പോ യൂറോപ്പിന്റെ രാജാവ് അവിടെ എന്ന് പറയുന്ന സഹാബിയോട് ചോദിക്കുകയാണ്, എന്താണ് നീ കാണിക്കുന്നത്? നീ എന്തിനാണ് ഈ എച്ചിൽ വാരിയത് എന്ന് ചോദിക്കുമ്പോ മഹാനായ എന്ന് പറയുന്ന സഹാബി തന്റെ അരയിൽ നിന്നും വാളെടുത്ത് ഊരുകയാണ്. അവിടുന്ന് ഈ ആളുകൾ കാണുന്നതിന് മോശമാണ് എന്ന് കരുതിക്കൊണ്ട് എന്റെ നബിയുടെ ചര്യ ഞാൻ ഒഴിവാക്കുകയോ അതിന്റെ കിട്ടുകയില്ല എന്ന് പറയുകയാണ് ചെയ്തത്. രാജാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് എന്ന് പറയുന്ന സ്വഹാബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തിരുചര്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകൾക്ക് ഒരാളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒരാളെയും പേടിക്കേണ്ടതില്ല. യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരിയുടെ മുന്നിൽ നിന്നുകൊണ്ടിട്ടാണ് ആ സ്വഹാബി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. ആ ഭക്ഷണത്തിൽ നിന്ന് വേസ്റ്റുകളോ മറ്റോ നിലത്ത് വീണ് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ വൃത്തിയാക്കിക്കൊണ്ട് അത് കഴിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അത് തിരുചര്യയാണ്, ഒഴിവാക്കലിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അങ്ങനെ തുടങ്ങി ഒരുപാട് തിരുചര്യകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെയും നല്ലവണ്ണം പ്രതിഫലം കിട്ടുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എന്തിന് ചില സാധനങ്ങൾ ചെയ്യണം, തിരുചര്യയായ ചില സാമഗ്രികളെ വാങ്ങൽ പോലും നമ്മളെന്തെയും പരമാവധി അത് വാങ്ങാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, തിരുചര്യയിൽപ്പെട്ട 3 സാധനങ്ങൾ ആരെങ്കിലും തരികയാണെങ്കിൽ അത് മടക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് അൽ വസായിദ്. വസായിദ് എന്ന് പറഞ്ഞാൽ തലയിണ. അത് ഏതെങ്കിലും ഒരു വ്യക്തി നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ മടക്കല്ലേ. രണ്ടാമത്തെ കാര്യം അദ്ദുഹുൻ, എണ്ണ ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് തന്നു കഴിഞ്ഞാൽ അത് മടക്കല്ലേ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലബന്, പാല്. അങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതേപോലെ അത്തർ, സുഗന്ധം എന്ന് പറഞ്ഞാൽ അത് ചോദിക്കൽ കറാഹത്താണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങോട്ട് തരികയാണെങ്കിൽ എന്റെ കയ്യിൽ കുറെ അത്തറുണ്ട്, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മടക്കി വിടല്ലേ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യവും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാനും അതുപോലെ കൽപ്പിച്ച ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഈ റബീഉൽ അവ്വൽ മാസം നമ്മിൽ നിന്ന് ഇവിടെ പറയുമ്പോ എന്തെങ്കിലും കുറച്ച് സുന്നത്തായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അത് അതേ പാരമ്പര്യമാണ് മുൻകഴിഞ്ഞു പോയ എല്ലാ പണ്ഡിതന്മാരും ആലിമീങ്ങളും അതുപോലെ ഓരോ ആളുകളും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ജീവിതത്തിൽ ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാത്ത ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവായിരുന്ന ശൈഖുനാ അത്തിബത്ത് ഉസ്താദിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സൂഫിസം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാതെ തന്റെ ജീവിതമാണ് സൂഫിസം എന്ന് അത്തിബത്ത് ഉസ്താദ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് തന്റെ ജീവിതമായിരുന്നു. അദ്ദേഹം ഒരു സൂഫിസം, ഒരു ചര്യ പോലും, തിരുചര്യ തന്റെ ജീവിതത്തിൽ ഒന്നുപോലും
കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉസ്താദിന്റെ മുഖഭാഗത്ത് ക്യാൻസർ ബാധിച്ചതിന്റെ കാരണത്താൽ ആ ഭാഗം എന്തെങ്കിലും താടിയുള്ള ഭാഗം ഒന്ന് ഷേവ് ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു, തിരിച്ചടി ഒഴിവാക്കിയിട്ടിരിക്കാൻ രോഗം നിങ്ങൾ ചികിത്സിക്കണ്ട എന്ന് മാത്രമാണ് അവിടെ നിന്ന് പറഞ്ഞത്. അത്രത്തോളം സുന്നത്തിന് അവരൊക്കെ മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് എങ്കിൽ എല്ലാവിധ സുന്നത്തുകളും തട്ടിക്കളിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിതം നയിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തിരിച്ചടികളെ ആർഭാടങ്ങളാക്കി ആഘോഷങ്ങളാക്കി നമ്മൾ തട്ടിക്കളയുമ്പോൾ നാളെ ഒരു പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. കല്യാണ വേദികളും സൽക്കാരങ്ങളും മറ്റുള്ള നല്ല നല്ല കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, ആർഭാടങ്ങൾ ആഭാസത്തിലേക്ക് മാറുമ്പോൾ തിരിച്ചറിയാണ് എന്നുള്ള ബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നല്ലതുപോലെ ചിന്തിക്കണേ, നല്ലതുപോലെ ഓർക്കണേ. അതിന്റെ പേരിൽ ഒരു പക്ഷേ നമുക്ക് ഇന്ന് സന്തോഷമുണ്ടെങ്കിൽ നാളെ അതൊക്കെ മറ്റുള്ളവരുടെ ഇടയിൽ ആ സുന്നത്തിനെ വഷണാക്കി കളഞ്ഞതിന്റെ പേരിൽ കേറി വരും എന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ പരമാവധി സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നല്ല നല്ല ആഘോഷങ്ങൾ വരുമ്പോ, ആ സന്തോഷദിനങ്ങൾ വരുമ്പോ, വീട്ടിൽ സൽക്കാരങ്ങൾ ഉണ്ടാക്കുമ്പോ, വിവാഹങ്ങൾ ഉണ്ടാക്കുമ്പോ, മറ്റുള്ള കാര്യങ്ങളോ ജീവിതത്തിൽ വരാതെ നല്ലതുപോലെ തിരിച്ചറിയാണ് എന്നുള്ള ബോധത്തോടു കൂടി നല്ല നിഷ്കളങ്കമായ മനസ്സോടുകൂടി അതെല്ലാം വരവേറ്റ് നല്ലതുപോലെ സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ തോന്നിവാസമാക്കിക്കൊണ്ട് ആർഭാടങ്ങളെ നിങ്ങൾ ആ രീതിയിലുള്ള ആഘോഷങ്ങളെ ആർഭാടമാക്കി കളയങ്ങളെ. അതുകൊണ്ട് തന്നെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പരമാവധി സുന്നത്തുകൾ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റബീഉൽ അവ്വൽ മാസം നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നതിന് മുമ്പ് തന്നെ കുറച്ചെങ്കിലും തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാവർത്തികമാക്കണം. ഉദാഹരണത്തിന് നമ്മളൊന്ന് പറയാം, നമ്മൾ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, വലത്തെ കാലം തിരിച്ചുകൊണ്ട് ആ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിലേക്ക് എല്ലാ ദിവസവും നമ്മൾ പോകുന്ന ആളുകളാണ്. കയറുന്ന സമയത്ത് ഇടതുകാലം ഒന്നിച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പറയുന്ന ദിക്ർ ചൊല്ലുക. ശേഷം അവിടെ ഇറങ്ങുന്ന സമയത്ത് വലത്തെ കാലം ഒന്നിക്കുക. എന്നിട്ട് സുബ്ഹാനക അൽഹംദുലില്ലാഹി അല്ലദീ അദാബനി അദാ വഅഫാനി. അതിനുശേഷമുള്ള ദിക്റുണ്ട് അല്ലാഹുമ്മ തുഖിദ ഖൽബി മിനൽ നിഫാഖ് വഹസിബ് ഫർജി മിനൽ ഫവാഹിഷ് എന്ന് പറയുന്ന ദിക്ർ. അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിലൂടെ വലിയ വലിയ പ്രതിഫലം നമുക്ക് കരഗതമാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ നല്ല സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, എപ്പോഴും തലമറക്കുക. അതേപോലെ നല്ലതുപോലെ നമ്മൾ ചെയ്യാതെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് താടി വളർത്തുക എന്ന് പറയുന്നത്. ആ താടി വളർത്തൽ തിരിച്ചറിയാണ്. അത് നമുക്ക് ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, അതൊന്ന് ഷേപ്പാക്കി കൊടുത്ത് നല്ലതുപോലെ നീട്ടി വളർത്തി കഴിയാം. അതേപോലെ മീശ വെട്ടുക, ചുണ്ടിന്റെ ചുവപ്പ്, മേൽചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന രീതിയിൽ മീശ വെട്ടലൊക്കെ സുന്നത്തായ കാര്യമാണ്. നല്ലതുപോലെ ഉൾക്കൊള്ളാൻ വേണ്ടി ഞാനും നിങ്ങളും തയ്യാറാവണം. ഇത്തരം ചെറിയ സുന്നത്തിലൂടെ വലിയ പ്രതിഫലം നമുക്ക് കരഗതമാക്കാൻ സാധിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബിയെ പ്രിയം വെച്ച മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ പരമാവധി സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക. കിട്ടുന്ന സമയത്തൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഒരാളും കിനാവിൽ കണ്ടിട്ടില്ലല്ലോ, നമ്മളാരും കിനാവിൽ കണ്ടിട്ടില്ല. തിരുനബിയുടെ പേരിൽ വല്ലാതെ സുന്നത്ത്, വല്ലാതെ സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തിരുനബിയെ എന്ത് ചെയ്യും, സ്വപ്നത്തിൽ കാണാൻ സാധിക്കും. നബിയെ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ സ്വഹാബിയാണ്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിരന്തരം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒളൂഹ് ചെയ്ത് മിസ്വാക്ക് ചെയ്ത് നല്ല അതിൽ ചെല്ലേണ്ട കുറച്ച് അദ്കാറുകളൊക്കെ ചെയ്യുക. പ്രത്യേകിച്ച് ആയത്തുൽ കുർസി ഓതുന്ന മനുഷ്യൻ എന്ത് ചെയ്യുക, വിശാല ഫാക്ടറി പോലാണ്. ഇന്നത്തെ പുസ്തകത്തിൽ നമ്മൾ ഹദീസ് ഓതി എല്ലാ കോലത്തിലും എന്ത് ചെയ്യും, ഇബ്ലീസ് വരും. എന്തിനു മാത്രം, മനുഷ്യന്റെ ഉള്ളിലുള്ള ഞരമ്പുകൾക്കിടയിൽ പോലും പിശാചിനെയും പ്രവേശിക്കാൻ സാധിക്കുന്ന. പക്ഷേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിലോ ഭാവത്തിലോ ഇബ്ലീസിന് വരാൻ പറ്റില്ല. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ.
അല്ലാഹുവേ പറഞ്ഞതിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ തിരുസന്നിധി അല്പമെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. ഈ പവിത്രമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരുപാട് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളാ അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ പകരമായി കൊണ്ട് അല്ലാഹുവേ ധാരാളം സഹായിക്കാനില്ലാത്ത മൻസബയിൽ സാധുക്കളായ ഞങ്ങളെ മുത്തനബിയുടെ ശഫാഅത്ത് കിട്ടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുത്തനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഞങ്ങൾ പറഞ്ഞതിന്റെ പ്രതിഫലത്തെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇവിടെ വെച്ച് നടത്തിയ എല്ലാത്തിന്റെ സുഹൃതങ്ങളും ഞങ്ങൾ മരിച്ചാലും റബ്ബേ ഞങ്ങളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ ഇരുവീട്ടിലും നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പള്ളിയുമായിട്ട് സദാസമയം പള്ളിയിലേക്ക് വന്ന പല ആളുകളും രോഗികളാണ്. പ്രത്യേകം വസീയത്ത് ചെയ്ത ആളുകളുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ ആജിലായി ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله